എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂൻഗോലിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ അവിടെ നമ്മുടെ സിയോങ്ങിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമല്ലായിരുന്നോ. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ ബ്രദർ പറഞ്ഞൊരു കാര്യം ആലോചിക്കും. അതായത് നീ എപ്പോഴും ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നടക്കാതെ നിനക്കെന്നും പറഞ്ഞിട്ട് ഒരു ടൈം കണ്ടുപിടിക്കണം. നിനക്കും പേഴ്സണൽ ലൈഫുണ്ട്, നീ നിൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അവൻ പറയും. ഇത് ആലോചിച്ചിട്ട് വേഗം തന്നെ നമ്മുടെ യൂൻഗോയിലുണ്ടല്ലോ സിയോങ്ങിനെ കിസ് ചെയ്യാതെ അവൻ്റെ മുഖം അവിടെ നിന്നങ്ങ് മാറ്റും. ഇത് കാണുന്നേ നമ്മുടെ സിയോങ്ങിന് മനസ്സിലാവും. അതായത് ഇവൻ ഇതിനു മുന്നേ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, സത്യം പറ, നീ ഇതിനു മുന്നേ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ എന്നെ കിസ് ചെയ്യാതെ നിന്റെ മുഖം അങ്ങ് എടുത്ത് മാറ്റിയത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിലിനങ്ങ് ഒരുമാതിരിയാവും. സത്യം പറഞ്ഞാൽ യൂൻഗോയിലിനാണെങ്കിൽ നമ്മുടെ സിയോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും അവൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ. വേഗം തന്നെ നമ്മുടെ യൂൻഗോയിൽ ഒന്നും നോക്കത്തില്ല. അവനാണെങ്കിൽ നമ്മുടെ സിയോങ്ങിനെ അങ്ങ് കിസ് ചെയ്യും. അവളും അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ നമ്മുടെ ചാനിൻ്റെ അടുത്താണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ യൂനയാണെങ്കിൽ അവൻ്റെ ഫോട്ടോ അവളുടെ ബുക്കിലായിട്ട് വരച്ചു വെച്ചേക്കുമല്ലേ. ഇത് കണ്ടതും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. അവനിപ്പോൾ ചെറിയൊരു ഡൗട്ട് അടിക്കും. അതായത് യൂനയ്ക്കെങ്ങാണ് ഇനി എന്നെ ഇഷ്ടമാണോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ കുറച്ച് സിമ്പിളൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അതായത് ഹേർട്ടിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടേ. ഇത് കാണുന്നേ നമ്മുടെ യൂനയ്ക്ക് മനസ്സിലാവും ഇവൻ ചോദിക്കുന്നത് അവനെ എനിക്ക് ഇഷ്ടമാണോ എന്നാ. അതുകൊണ്ട് തന്നെ അവളതിന് റിപ്ലൈയും കൊടുക്കും. അതായത് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ അവൾ തലയാട്ടും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അവൻ വിചാരിക്കും, ഓഹോ അപ്പോൾ യൂനയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന്. അവനിപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഈ സിയോങ്ങിനെയും കൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതാണ്. ഇപ്പം രണ്ടുപേരും ഭയങ്കര ഓക്വേർഡായിട്ടാണ് നിൽക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പം നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്ത് എന്ത് സംസാരിക്കണമെന്ന് കൂടി അറിയത്തില്ല. പെട്ടെന്ന് തന്നെ സിയോങ് പറയും, അല്ല നമ്മളെന്തോത്തിനും ഇങ്ങനെ ഓക്വേർഡായിട്ട് നിൽക്കുന്നത്, നമ്മൾ രണ്ടുപേരും വേറൊന്നും ചെയ്തില്ലല്ലോ, നമുക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ അതങ്ങ് മറന്നേരെ. എന്തായിരുന്നാലും ഇനി മുതൽ നമുക്ക് രണ്ടുപേർക്കും ഒരു 5 മീറ്റർ അല്ലെങ്കിൽ ഒരു 2 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് എങ്കിലും കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയോങ് അവിടെ നിന്ന് കയറി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോയിൽ ഇപ്പോഴും ഭയങ്കര ഓക്വേർഡായിട്ടാണ് നിൽക്കുന്നത്. അവളാണെങ്കിൽ അവളുടെ വീടിനകത്തോടെ അങ്ങോട്ട് കയറി പോകുന്നതും നമ്മുടെ യൂൻഗോയിൽ അവളുടെ വീടിൻ്റെ പുറത്തുള്ളൊരു മരത്തിൻ്റെ അടുത്തായിട്ട് ഒന്ന് ചാരി ഇങ്ങ് നിൽക്കും. എന്നിട്ട് അവൻ വിചാരിക്കും, എന്നാലും ഞാൻ എന്ത് പണിയായി കാണിച്ചേ, എനിക്ക് എന്തുവാ പറ്റിയത്, എനിക്കെന്താ ബുദ്ധിയില്ലേന്നും പറഞ്ഞിട്ട് അവനിരുന്ന് ആലോചിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിയോങ് എന്ന് പറയുന്നത് 2023 അവൻ്റെ ഒരു ആൻറ്റിയുടെ പ്രായം ഉണ്ടല്ലോ. അപ്പോൾ അവൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ നമ്മുടെ ഈ യൂനയുടെ വീട്ടിലായിട്ട് ചെല്ലുന്നത്. യൂന അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവളാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോകും. എന്നിട്ടാണെങ്കിൽ അവൾ അവനെ അവളുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് എഴുതി കാണിക്കും. എന്നിട്ട് അവളാണെങ്കിൽ കുറച്ച് സൈൻ ലാംഗ്വേജ് ഒക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ പറയും, ഇതിൻ്റെ മീനിങ് എന്തുവാ എന്ന്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ ചാൻ അവളുടെ അടുത്ത് കാണിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്കാകും. അവൻ ചോദിക്കും, ഇത് ചാനാണോ നിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂന പറയും, അതേ എന്ന്. സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. വേഗം തന്നെ അവൾ പറയും, എനിക്ക് സൈൻ ലാംഗ്വേജ് പഠിച്ചേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ പറ്റൂ, നീ എന്നെ അത് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോലിന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോലിനെ ആണെങ്കിൽ അവൻ്റെ അവിടുത്തെ ആ ചെയർമാനില്ലേ, അയാളാണെങ്കിൽ വിളിച്ചെടുത്ത് സംസാരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ പറയും, ഇപ്പോൾ യൂന ഭയങ്കര ഹാപ്പിയാണ്, അവൾക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ ഇനിയിപ്പോൾ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് വരാൻ പോവുമല്ലേ, വരുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫാക്സ് മെഷീൻ വാങ്ങിച്ചിട്ട് വരണോ എന്ന് പറയും. ഇതിനെപ്പറ്റി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് എഴുതി ഉള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും കയ്യിൽ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇയാൾ പറയും, ഓക്കെ ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്ന്. നമ്മുടെ യൂൻഗോയിൽ പറയും, ഇപ്പോൾ അവൾക്കാണെങ്കിൽ ഈ പറഞ്ഞ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂൻഗോയിൽ അവിടെ നിന്നങ്ങ് പോകും. ഈ ചെയർമാൻ ആണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ പോയി കഴിയുന്നതും വേഗം തന്നെ അയാളുടെ പണ്ടത്തെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കും. അതായത് ഇയാളുടെ ആദ്യത്തെ ഭാര്യയും അതേപോലെ തന്നെ നമ്മുടെ യൂനയും ആയിട്ടുള്ള ഫോട്ടോ. ഇയാളിപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ആ സെക്കൻഡ് വൈഫായിട്ടുള്ള നമ്മുടെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളില്ലേ, അവർ വന്നിട്ട് ഇടയിൽ കൂടി വന്ന് നോക്കും. അവർക്കാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തുവാ, അവളുടെ ആ വണ്ടിയില്ലേ, അതാണെങ്കിൽ അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് ഇരിപ്പുണ്ട്. അതായത് നമ്മുടെ യൂൻഗോയിൽ തന്നെയാണ് അതിൽ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ യൂൻഗോയിൽ പറയും, ഞാനിത് നിനക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ നിന്നെ കാണാൻ ശ്രമിക്കാഞ്ഞത് നീ ഓൾറെഡി പറഞ്ഞില്ലേ നമുക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന്, അതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടാണ് അവൻ ആ നോട്ട് എഴുതി വെച്ചിട്ട് പോയേക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ സിയോങ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ സ്കൂളിലോട്ട് വരുന്നതും അവിടെയായിട്ട് യൂൻഗോയിലിനെ കാണും. അവനാണെങ്കിൽ നമ്മളുടെ യൂനയുടെ കൂടെ ഈ സൈൻ ലാംഗ്വേജിൽ സംസാരിച്ച് വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മുടെ സിയോങ്ങിന് ഭയങ്കര ജലസ് അടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മളുടെ യൂൻഗോയിലിനെ ആ സ്കൂളിൻ്റെ ചെയർമാൻ ഉണ്ടല്ലോ, അവരാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അവരാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലിനെ നല്ലതുപോലെ വരട്ടും. എന്നിട്ട് പറയും, നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതേ എനിക്ക് ആദ്യമേ ഇഷ്ടമല്ല, എന്നിട്ട് നീ ഇപ്പം എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആ യൂനേനെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. എൻ്റെ വീട്ടിൽ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എത്രയൊക്കെ പറഞ്ഞാലും യൂനേനെ ഞാൻ തന്നെയാണ് വളർത്തിയത്. ഞാൻ അവളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എന്തിനാണ് അവൾക്ക് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാത്തത് എന്ന്. സത്യം പറഞ്ഞാൽ ആ ചെയർമാൻ്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ 2 മക്കൾക്കും ഡിവൈഡായി പോകണമെന്ന് ആലോചിച്ചിട്ടല്ലേ. യൂനെ ഒന്നും സ്വന്തമാക്കരുത്, അതിൻ്റെ പേര് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്നേ അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അവരാണെങ്കിൽ നമ്മുടെ യൂൻഗോലിൻ്റെ അടുത്ത് പറയും, ഞാൻ നിന്നെ ഇവിടെ പഠിക്കാൻ അനുവദിക്കുന്നത് തന്നെ ആ ചെയർമാൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നീ അഹങ്കരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എനിക്ക് നിന്നെ നിമിഷ നേരം കൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ യൂൻഗോലിന് ഇതിനകത്തൊന്നും പേടിയില്ലായിരുന്നു. എന്നാൽ ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ നമ്മുടെ യൂൻഗോലിന് അതിൻ്റെ പണിഷ്മെൻ്റ് കൊടുക്കും. അവർ പറയും, ഇനി മുതൽ നീ ക്ലാസ്സിൽ കയറേണ്ട യാതൊരു ആവശ്യവും ഇല്ല, നീ ഇവിടുത്തെ സ്കൂളും പരിസരമൊക്കെ വൃത്തിയാക്കിയാൽ മതിയേ എന്ന്. അത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോല് പറയും, ഓഹോ ഇത് നിങ്ങൾ പ്രതികാരം വീട്ടുവാണല്ലേ? അപ്പോൾ അവർ പറയും, അതെ ഞാൻ പ്രതികാരം വീട്ടുവാണ്, നിനക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിക്കോളാം എന്ന് പറയും. അവസാനം നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഒരു മാർഗവും ഇല്ലാതെ അവിടുത്തെ സ്കൂളൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല വിഷമവും ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ ചാനിൻ്റെയും അതേപോലെ തന്നെ യൂനയുടെ ലൈഫ് നേരെയാക്കാൻ നോക്കിയിട്ട് അവനാണ് ഇപ്പോൾ ഉള്ള കഷ്ടമല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ തൂത്തുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ അവന് ഭ്രാന്ത് പിടിച്ചിട്ട് അവൻ താഴെയായിട്ട് അങ്ങ് ഇരിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. അവനാണെങ്കിൽ ആ മാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാനും പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ ആ പരിസരത്തായിട്ട് ഒരു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. ഇവനാണെങ്കിൽ അവിടെ എല്ലാം പരതി ഓടും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രൗണ്ടില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോക്കൽ ഒരു ചീത്തയായ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അതേ നിന്നാണ് ഇപ്പോൾ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. അവൻ വേഗം തന്നെ അത് തുറന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവനാണെങ്കിൽ നല്ലതുപോലെ ബഹളം വെക്കും. അതിനകത്താണെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ തന്നെയാണ്. യൂൻഗോയിലാണെങ്കിൽ ആ മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, എൻ്റെ അച്ഛൻ എപ്പോഴാണ് ആക്സിഡൻറ്റ് നടക്കാൻ പോകുന്നത്? ഇത് കേൾക്കുന്ന ആ മാസ്റ്റർ പറയും, സോറി എനിക്കത് പറയാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോലിന് ഭയങ്കര ദേഷ്യം വരും. അവൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ഒരുങ്ങും. ഉടനെ ആ മാസ്റ്റർ പറയും, നീ വെക്കുന്നതിന് മുന്നായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്കാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഹെൽപ്പറിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കാകും. അവനിങ്ങനെ ആലോചിക്കും, എന്നാലും നിങ്ങൾ ഏത് ഹെൽപ്പറിനെ പറ്റിയിട്ടാ പറയുന്നതെന്ന്. അവനിപ്പോൾ അത് ആരാന്ന് കൂടി അറിയത്തില്ല. അവനാണെങ്കിൽ ഇരുന്നിട്ട് ആലോചിക്കും, ഇനി ഒരു പക്ഷേ ആ പാട്ടുകാരനായിട്ടുള്ള ഡോങ് വല്ലതും ആണോ എന്ന്. ഇവനാണെങ്കിൽ ഇപ്പോൾ ആരാണെന്ന് കൂടി അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ സിയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പം മ്യൂസിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അവളിപ്പോൾ സെല്ലോ ഒക്കെ വായിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അവിടെയുള്ള അവളുടെ സാറാണെങ്കിൽ പറയും, സിയോങ് ഇനി അടുത്ത ഊഴ നിന്നെയാണ്, നീ വേണം ഈ സെല്ലോ വന്ന് വായിക്കാൻ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ഭയങ്കരമായിട്ടും പേടിക്കും. അവളാണെങ്കിൽ മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കും. എന്നാൽ ആ സാറാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അവസാനം നമ്മുടെ സിയോങ് ആ സെല്ലോ വായിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അവൾക്കാണെങ്കിൽ അത് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നെർവസ് ആവാൻ തുടങ്ങും. അവൾക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിനകത്താണെങ്കിൽ ഒരു പെങ്കൊച്ചിൻ്റെ ഫ്യൂണറൽ നടക്കുവാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സിയോങ് നിൽപ്പുണ്ട്. ഈ പെങ്കൊച്ച് ആരാണ്, ഇവളെങ്ങനെയാണ് മരിച്ചത്, ഇനി ഇവളുടെ മരണത്തിൽ നമ്മുടെ സിയോങ്ങിന് വല്ല പങ്കും ഉണ്ടോ, ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് ഓടും. അവളാണെങ്കിൽ ഇപ്പം നമ്മുടെ യൂൻഗോയിൽ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തന്നെ പരിസരത്തായിട്ട് തന്നെയുണ്ട്. അവളൊരു കവർ എടുത്തിട്ട് അതിനകത്ത് നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ആ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ നിന്നിട്ട് ഗിത്താറൊക്കെ വായിച്ച് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ മൈൻഡിലാണെങ്കിൽ നമ്മുടെ യൂന പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവൾക്ക് അവനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം. അവളതും പറഞ്ഞിട്ട് ഇവളിപ്പോൾ ആ കൊണ്ടു നടക്കുന്ന ബുക്കില്ലേ അത് നമ്മുടെ ചാനിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടി എങ്ങ് പോവും. അങ്ങനെ നമ്മുടെ ചാനാണെങ്കിൽ അതെല്ലാം തുറന്നു നോക്കും. അപ്പോഴും നമ്മളുടെ യൂനയാണെങ്കിൽ ഇവനെ എപ്പോഴാണ് കണ്ടത്, എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതെല്ലാം
ഒരു കാർട്ടൂൺ പോലെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവനതൊക്കെ വായിക്കുന്നതും ഭയങ്കര സന്തോഷമാവും. അതിനകത്ത് നമ്മുടെ യൂന പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ എനിക്കൊരു സത്യവും അറിയാം, നിനക്ക് സിയോങ്ങിനെ ഇഷ്ടമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ അടുത്ത് എന്നെ സ്നേഹിക്കണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സായിട്ടെങ്കിലും ഇരുന്നൂടെ, അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എങ്കിലും എനിക്ക് തന്നൂടെ എന്ന് നമ്മളുടെ ഈ യൂന ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ ചാൻ ഇപ്പോൾ നല്ല കിടിലമായിട്ട് ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവനങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ യൂൻഗോയിൽ വരും. അവനാണെങ്കിൽ ഇത് കേൾക്കുന്നതും പറയും, നീ നല്ല കിടിലമായിട്ടാണ് ഇപ്പോൾ ഗിത്താർ വായിക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ എഴുന്നേറ്റിട്ട് ചോദിക്കും, അല്ല നീ എവിടെയായിരുന്നു? അപ്പം നമ്മളുടെ യൂൻഗോയിൽ പറയും, അത് എനിക്കാണെങ്കിൽ സിയോങ്ങിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. ഉടനെ തന്നെ നമ്മുടെ ചാന് ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ യൂൻഗോയിലെ കോളറിന് കയറി പിടിക്കും. അപ്പം നമ്മുടെ യൂൻഗോയിൽ പറയും, അങ്ങനെയല്ല, എനിക്ക് അവൾ എടുത്ത ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന ചാൻ പറയും, അതെ, യൂന വരച്ച പടങ്ങളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും പറയും, എന്നാൽ പിന്നെ നമുക്ക് ഇവരെ രണ്ടുപേരും നമ്മുടെ ബാൻഡിലോട്ട് എടുത്തൂടെ, നമുക്ക് സഹായിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ രണ്ടുപേരും അതിന് റെഡിയാവും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ഈ ചാൻ്റെ ബാൻഡിലുള്ള ബാക്കിയുള്ളവരില്ലേ അവരെല്ലാവരും വന്നിട്ട് പറയും, അതായത് മറ്റേ ആ ബാൻഡ് ഷോപ്പ് നടത്തുന്ന ഒരാളുണ്ടല്ലോ, അങ്ങേരാണെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാവരെയും അയാളുടെ കടയിലോട്ട് വിളിച്ചിരിക്കുക എന്ന്. ഇയാൾ തന്നെയാണ് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലവും കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഈ നരച്ച മുടിയുള്ള ആളില്ലേ അയാളെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇയാളാണെങ്കിൽ നമ്മുടെ യൂൻഗോലിനെ കാണുന്നതും തിരിച്ചറിയും. എന്നിട്ട് പറയും, ആഹാ, നീ എല്ലാവരും അന്ന് നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഗിത്താർ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കടയിൽ വന്നേ, എന്നിട്ട് നീ ഗിത്താർ വാങ്ങിച്ചു കൊടുത്തോ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ, ഇല്ല, ഞാൻ വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണെങ്കിൽ നരച്ച മുടിയുള്ള ആൾ പറയും, എന്തായിരുന്നാലും നിങ്ങളുടെ ബാൻഡ് നല്ല സക്സസ്ഫുൾ ആവട്ടെ, നിങ്ങളുടെ ബാൻഡിലേക്ക് ഞാൻ ഒരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അയാൾ ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട് അയാൾ നമ്മളുടെ ഈ ബാൻഡിലുള്ള ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യിപ്പിക്കും. ആ വന്ന് കയറുന്ന വേറെ ആരുമല്ല, ആദ്യമേ നമ്മളുടെ ഈ ചാനിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആ പാട്ടുകാരനായിട്ടുള്ള ഡോങ് ഇല്ലേ, അങ്ങേര് തന്നെയാണ്. ഇവനെ കാണുന്നതും നമ്മുടെ ചാനും അതേപോലെ തന്നെ യൂൻഗോയിലും അതേപോലെ തന്നെ മാജോ ഇല്ലേ, ഇവർ മൂന്നുപേരും ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഡോങ് ആണെങ്കിൽ അവിടെ വന്നിട്ട് നല്ല കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ബാൻഡിലെ ബാക്കിയുള്ള മൂന്നെണ്ണം ഇല്ലേ, അവന്മാരാണെങ്കിൽ ഈ ഡോങ്ങിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനും യൂൻഗോയിലും മാജോയും ഇപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള റീസൺ തന്നെ അവരവിടെ നിന്ന് കഴിഞ്ഞാൽ ഡോങ്ങുമായിട്ട് പരിചയപ്പെടേണ്ടി വരും. അവസാനം ഡോങ്ങിന് മനസ്സിലാവും അന്നൊരിക്കൽ ഇവനെയാണെങ്കിൽ സിയോളിലോട്ട് വിളിച്ച് വരുത്തിയിട്ട് പറ്റിച്ചത് ഇവന്മാർ തന്നെയാ എന്ന്. അങ്ങനെയാണ് ഇവന്മാർ വേഗം തന്നെ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ നമ്മുടെ ചാൻ അവിടെ പറയും, ആ ഡോങ് എങ്ങാനോ അറിയണം നമ്മളായിരുന്നു അന്ന് അവനെ വിളിച്ച് വരുത്തിയത് എന്ന്, എങ്കിൽ പിന്നെ നമ്മളെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാർ ഭയങ്കര പേടിച്ചിരിക്കും. അതേപോലെ തന്നെ അവിടെ ഫുഡ് കഴിക്കുന്നിടത്തില്ലേ, അവിടെയാണെങ്കിൽ നമ്മുടെ ബാൻഡിലുള്ള ബാക്കിയുള്ളവന്മാരെല്ലാം ഡോങ്ങിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ ബാൻഡിൽ വന്നിട്ട് ഒരു പാട്ട് പാടിക്കൂടെ എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഡോങ് പറയും, അയ്യോ ഇല്ല, ഞാനാണെങ്കിൽ മുന്നേ ഒരിക്കൽ ഒരു സ്കൂളിലെ പിള്ളേരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയതാ, അവന്മാരെന്നെ പറ്റിച്ചു, എന്നെയാണെങ്കിൽ നല്ലതുപോലെ തേച്ചു, അതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായി. അന്ന് ഞാനൊരു തീരുമാനം എടുത്ത സ്കൂൾ കുട്ടികളെ ഇനി ഞാൻ ഒരിക്കലും സഹായിക്കത്തില്ല എന്ന്. ഇവന്മാരുടെ അടുത്താണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഡോങ് ചോദിക്കും, അല്ല നിങ്ങളുടെ ബാൻഡിൻ്റെ പേരെന്തുവാ? ഇവന്മാർ ഈ ബാൻഡിൻ്റെ പേരാണെങ്കിൽ പറയാനായിട്ട് ഒരുങ്ങുന്നത് പെട്ടെന്ന് തന്നെ ആ ബാൻഡിലുള്ള ഒരുത്തന് ഒരു ഫോൺ കോൾ വരും. അവൻ അങ്ങനെ അത് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാൻ തന്നെയാണ്. ചാൻ ഇവന്മാരത്ത് പറയും, അതെ, ഒരു കാരണവശാലും നമ്മുടെ ബാൻഡിൻ്റെ പേര് ആ ഡോങ് അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഒരു കാലത്ത് നമുക്ക് അവൻ്റെ അടുത്ത് നിന്ന് ഒരു സഹായവും കിട്ടത്തില്ല എന്ന്. അങ്ങനെ ഇത് കേൾക്കുന്നതും അവനാണെങ്കിൽ ഓടി വന്നിട്ട് ഇവൻ്റെ ടീംമേറ്റ്സിൻ്റെ വായും പൊത്തിപ്പിടിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അവന്മാർ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവും. എന്നിട്ടാണെങ്കിൽ നേരെ വരുന്ന നമ്മളുടെ ചാനിൻ്റെ അതേപോലെ തന്നെ യൂൻഗോലിൻ്റെയൊക്കെ അടുത്തേക്കാണ്. അവന്മാരാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുന്നതും നമ്മളുടെ ബാൻഡിലുള്ള ബാക്കി മൂന്നവന്മാരില്ലേ, അവന്മാർ നമ്മുടെ ചാനിനെയൊക്കെ വെറുതെ വെച്ചേക്കോന്നാണോ, ഇവന്മാരെല്ലാവരോടും ചേർന്നിട്ട് നമ്മുടെ ചാനിനെയും യൂൻഗോലിനെയും മാജുവിനെയും അടിച്ച് ശരിയാകും. എന്നിട്ട് പറയും, നീയൊക്കെ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചത്, നിന്നെയൊക്കെ കാണാൻ നമ്മളുടെ ഒരു ചാൻസ് തന്നെയല്ലേ പോയത്, ഇനിയിപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഡോങ്ങിനെ പോയി ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ അവിടെ നല്ലതായിട്ട് നിന്നിട്ട് പറയും, ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ബാൻഡിൻ്റെ പേരങ്ങ് മാറ്റാം, അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ. നമുക്കാണെങ്കിൽ അപ്പോൾ അവൻ്റെ അടുത്ത് പുതിയ പേര് പറഞ്ഞാൽ മതിയല്ലോ, അവനാണെങ്കിൽ അറിയാനും പോകുന്നില്ല നമ്മളാണ് അവനെ ഒന്ന് വിളിച്ചു വരുത്തിയത് എന്ന്. ഇത് കേൾക്കുന്നേ അവൻ്റെ ബാൻഡിലുള്ള ബാക്കിയുള്ളവർ പറയും, അതിന് നമ്മളുടെ കയ്യിൽ ഇനി ടൈം ഇല്ലല്ലോ, നമ്മൾ ഇനിയിപ്പോൾ എപ്പോഴാണ് പുതിയ പേരൊക്കെ മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചാൻ പറയും, അതിനല്ലേ നമ്മളുടെ കയ്യിൽ 2 പേരുള്ളത്, ഒരാൾ ഫോട്ടോ എടുക്കാനും ഉണ്ട്, ഒരാൾ പടം വരയ്ക്കാനും ഉണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് അവരെടുത്ത് സൊല്യൂഷൻ ചോദിക്കാമല്ലോ എന്ന് നമ്മുടെ ചാൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ സിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീടിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൻ പറയും, ഞങ്ങളുടെ ബാൻഡിൽ നീ വേണം ഇനി മുതൽ ഫോട്ടോസ് എടുക്കാനെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സിയോങ് ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. ഇവളാണെങ്കിൽ ഇവനെ കാണുന്നേ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന്. അങ്ങനെ നമ്മുടെ യൂൻഗോയിൽ ഇവളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങും. ഇവളാണെങ്കിൽ കയ്യിൽ കുറേ ഡോളറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ഒരു ഷോപ്പിൽ വന്നിട്ട് ആ ഡോളറിനെയൊക്കെ എക്സ്ചേഞ്ച് ആക്കി നമ്മുടെ ഇപ്പോഴത്തെ കൊറിയയിലെ ക്യാഷ് ആക്കി മാറ്റും. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ ചോദിക്കും, അല്ല നിൻ്റെ കയ്യിൽ എവിടുന്ന് ഇത്രയും ഡോളർ വന്നത്? അപ്പോൾ നമ്മുടെ ഈ സിയോങ് പറയും, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സെല്ലോ ഞാനൊരു കടയിൽ കൊണ്ടുപോയി വിറ്റു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും, ആണോ, ഞാനും എൻ്റെ കയ്യിരുന്ന ഗിത്താർ ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു, നീ അത് ഏത് ഷോപ്പിലാണ് കൊണ്ടുപോയി കൊടുത്തത്? അപ്പോൾ നമ്മളുടെ ഈ സിയോങ് പറയും, അത് ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ഷോപ്പിലാണ് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ അവൾ ഏത് സ്ഥലത്താണ് നിന്നേ എന്ന് ചോദിക്കും. കൊറിയയിലാണോ എന്ന് ചോദിക്കുന്നേ. പെട്ടെന്ന് നമ്മളുടെ സിയോങ് പറയും, ഇല്ല ഞാൻ US നിന്നപ്പോഴാണ് ഇത് വിറ്റത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻഗോലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചെറുതായിട്ട് വന്ന ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അതായത് ഇനി ഇവളാണോ അവൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പർ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ അതങ്ങ് മാറ്റിക്കളയും. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ഒരു തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയിൽ വന്നിട്ട് ഈ പറഞ്ഞ സൈൻ ലാംഗ്വേജിൻ്റെ ബുക്ക് തപ്പാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ യൂനേനെ കാണും. അവളുടെ കയ്യിലായിട്ട് സൈൻ ലാംഗ്വേജിൻ്റെ ബുക്ക് തന്നെ വെച്ചേക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ യൂനയെടുത്ത് നമ്മുടെ ചാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഡ്രോയിങ് ബുക്കും എല്ലാം കാണിച്ചു കൊടുക്കും. അവളാണെങ്കിൽ അതിനകത്തൊരു വാട്ടർമെലൻ്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള വാക്ക് എഴുതിയിട്ടുണ്ട്, അതായത് വിവ ലാവിഡ എന്ന്. സത്യം പറഞ്ഞാൽ ഇതേ പേര് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ സിയോങ്ങും അതേപോലെ തന്നെ യൂൻഗോയിലും ഒക്കെ വന്ന ആ ഷോപ്പിൻ്റെ പേരും. അപ്പോൾ നമ്മളുടെ ചാൻ ഇങ്ങനെ അവളുടെ അടുത്ത് ചോദിക്കും, ഇതിൻ്റെ മീനിങ് എന്തുവാ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, അതായത് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ യൂനയില്ലേ, അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ വരുന്നതാണ്. അവിടെയായിട്ട് അവൾക്കാണെങ്കിൽ പുതിയൊരു ഫാക്സ് മെഷീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ യൂന് ഭയങ്കര ഷോക്കായി പോവും. അവൾ ആദ്യമേ തന്നെ മെസ്സേജ് അയക്കുന്ന നമ്മളുടെ ചാനിനാണ് കേട്ടോ. അവനും ആ മെസ്സേജ് കാണുന്ന ഇവക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ഒരുങ്ങും. അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. അവൾ നല്ലതുപോലെ ഇരുന്ന് ചിരിക്കും. ഇത് കാണുന്ന അവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ഓപ്പണായിട്ട് ചിരിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ ചാനാണെങ്കിൽ അവൻ്റെ ബാൻഡിലുള്ള ആൾക്കാർക്ക് എല്ലായിടത്തും വന്നിട്ട് പറയുന്നത്, ഞാനാണെങ്കിൽ നമ്മളുടെ ബാൻഡിന് വേണ്ടിയിട്ട് പുതിയൊരു പേര് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ അവൻ പുതിയ പേര് പറയും, അതായത് വാട്ടർ മെലൺ എന്നാണ് ഇവനാണെങ്കിൽ പുതിയ പേരാക്കി വെച്ചേക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരും പറയും, വാട്ടർ മെലൺ അതെന്തൊരു പേരാ എന്ന്. എന്നാൽ ഇതിനകത്ത് കുറച്ച് പേർക്ക് ആ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടും ഇല്ല. അങ്ങനെയൊക്കെ ഇരിക്കാൻ നേരത്തെ അവസാനം ഇവർ ഈ പേര് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതേപോലെ തന്നെ നമ്മുടെ സിയോങ്ങും ഈ യൂനയും ഒക്കെ ഇല്ലേ, ഇവർ രണ്ടുപേരും ഇവരുടെ ബാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. അവരും ഇവരെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. നമ്മുടെ ചാനും അവൻ്റെ ടീമും കൂടി നല്ല കിടിലമായിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് വേറൊരു സീൻ കൂടി കാണിക്കും. അതായത് നമ്മുടെ ആ ഡോങ് ഉണ്ടല്ലോ, അയാൾ ഫ്യൂച്ചറിൽ വലിയൊരു മ്യൂസീഷ്യൻ ആയിരുന്നു കേട്ടോ. അയാൾ ഭയങ്കര ഫേമസ് ആയി. അവിടെ അയാൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കാണിക്കും. അതായത് അവിടെയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ നടത്തുന്ന പെങ്കൊച്ച് ചോദിക്കും, അല്ല നിങ്ങളുടെ മാനിപ്പുലേറ്റർ എന്ന് പറയുന്ന ഫസ്റ്റിലത്തെ ബാൻഡിന് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയും, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലൊരു ടീമേറ്റിന് ഭയങ്കര കാര്യമായിട്ടൊരു അപകടം സംഭവിച്ചു. അതുകൊണ്ടാണ് ആ ബാൻഡ് പിന്നെ തുടർന്ന് പ്രവർത്തിക്കാഞ്ഞേ എന്ന്. ഈ ഒരു സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.